വലിയ പെരുന്നാളും കഴിഞ്ഞ് വിരുന്നുകാരും പോയി ആഘോഷം തീർന്ന്. പക്ഷെ അന്നുണ്ടാക്കിയ ബീഫിന്റെ റെസിപ്പി ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നത്. എന്തായാലും ഒന്ന് കാച്ചിയേക്കാം. നല്ല ബീഫ് എടുത്ത് ഒരു ഉള്ളി അരിഞ്ഞതും കുറച്ച് ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, കുറച്ച് കാശ്മീരി ചില്ലി, അല്പം മഞ്ഞൾപ്പൊടി, വലിയ ജീരകം, കരിവേപ്പില, ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമിയെടുക്കാം. ഒരു 90% വേവാണ് വരെ ബീഫ് വേവിച്ചെടുക്കാം. ഇനി ഇതാ വേറൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഉലുവ പൊട്ടിച്ചതും വലിയ ജീരകവും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് വഴറ്റിയെടുത്തിട്ട് ഒരു മീഡിയം സൈസ് സവാള ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നല്ല 2 പഴുത്ത തക്കാളിക്കുട്ടന്മാരെ അരിഞ്ഞതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് മൂടി വെച്ച് ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുക്കാം. അല്പം ഗരം മസാലയും കുരുമുളക് പൊടിയും കരിവേപ്പിലയും ചേർത്ത് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ അത് വെള്ളത്തോട് ചേർത്ത് നന്നായി തിളച്ച് വരുമ്പോൾ 1/2 ടീസ്പൂണിന് നമ്മുടെ വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അത്യാവശ്യം ഡ്രൈ ആയിട്ട് വരുമ്പോൾ അല്പം കെച്ചപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ നമ്മുടെ അടിപൊളി ബീഫ് റെഡി കേട്ടോ. ബൈ ബൈ.